നമസ്കാരം. നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി അനുവദിച്ചത് ഇടക്കാല ജാമ്യമെന്ന് വ്യക്തമായി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ജസ്റ്റിസ് ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് ഇനി പരിഗണിക്കുന്നതിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് മുന്നിൽ സിദ്ദിഖ് ഹാജരാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഒക്ടോബർ 22-ന് കോടതി പരിഗണിക്കും. സിദ്ദിഖിന് ലഭിച്ചത് അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ മാത്രമാണെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇടക്കാല ജാമ്യമാണ് സിദ്ദിഖിന് ലഭിച്ചതെന്നാണ് ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത്. കേസിലെ എതിർകക്ഷികളായ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നും റിപ്പോർട്ടുണ്ട്. സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകനാണ് അറിയിച്ചത്. അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. തിരുവനന്തപുരം SITക്ക് മുൻപാകെയാകും ഹാജരാവുകയെന്നാണ് വിവരം. 2 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. പരാതി നൽകാനുള്ള കാലതാമസം പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. വിചാരണ കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ സിദ്ദിഖ് പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സിദ്ദിഖിന്റെ മകനും നടനുമായ ഷഹീനും കോടതിയിലെത്തിയിരുന്നു. വിചാരണ കോടതി വെക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദവും കോടതി കണക്കിലെടുത്തു. സംസ്ഥാനം 8 വർഷമായി എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരെ കോടതി ശാസിക്കുകയും ചെയ്തു. കേസുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയതെന്ന് സംസ്ഥാന സർക്കാരും അതിജീവിതയും വ്യക്തമാക്കി. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുമെന്ന് കോടതി പറഞ്ഞു. സിദ്ദിഖിന് അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിനിമയിൽ മാത്രമല്ല ഇതൊക്കെ നടക്കുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിനായി ഹാജരായത്. 62ാമത്തെ കേസായിട്ടാണ് സിദ്ദിഖിന്റെ ഹർജി പരിഗണനയ്ക്കെത്തിയത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരായി. 365 സിനിമയിൽ അഭിനയിച്ചെന്നും 67 വയസ്സായെന്നും സിദ്ദിഖ് കോടതിയിൽ വ്യക്തമാക്കി. അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയാണെന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് 6 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ SP മെറിൻ ജോസഫ് ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് ഐശ്വര്യ ഭാട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പരാതി നൽകാൻ കാലതാമസമുണ്ടായി എന്നതായിരുന്നു സിദ്ദിഖിന് വേണ്ടി മുകുൾ റോത്തഗി കോടതി അറിയിച്ചത്. സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരി ഇട്ട 5 ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും മുകുൾ റോത്തഗി ആരോപിച്ചു. ബലാത്സംഗം നടന്നുവെന്ന് പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി സിദ്ദിഖിനെ കണ്ടതെന്നും റോത്തഗി കോടതിയിൽ വാദിച്ചു. ഇത് പരിഗണിച്ച കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. 8 വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നുവെന്നും സുപ്രീം കോടതി ചോദിച്ചു. സിദ്ദിഖ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നുവെന്നും അതിനാൽ സിനിമയിലെ തുടക്കക്കാരി എന്ന നിലയിൽ അക്കാലത്ത് പരാതി ഉന്നയിക്കാൻ അതിജീവിതയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. 300-ലധികം സിനിമകളിലാണ് സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് സിദ്ദിഖ് അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേയെന്ന് കോടതി ആരാഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് വൈകി എന്ന കാര്യം സർക്കാർ വിശദീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി എന്ന കാര്യം വ്യക്തമാക്കി അതിജീവിത സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.